നെക്സ്റ്റ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് ക്യോട്ടോ പ്രോട്ടോക്കോളിലുള്ള ഒരു വൺ ഓഫ് ദ ടെക്സ്റ്റാണ്. അപ്പോൾ അതറിയണമെങ്കിൽ ആദ്യം നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്താണെന്ന് അറിയണം. എന്താ ക്യോട്ടോ പ്രോട്ടോക്കോൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? മുമ്പ് കേട്ടിട്ടില്ലേ? ക്യോട്ടോ പ്രോട്ടോക്കോൾ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ എൻവയോൺമെൻറ്റൽ അഗ്രിമെൻറ്റ്സ്, അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള കൺട്രീസ് തമ്മിൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇൻ്റർനാഷണൽ ലെവലിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോയിൻ്റ്ലി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ലീഗലി ബൈൻഡിങ് അഗ്രിമെൻ്റാണ് ഈ മൾട്ടിലാറ്ററൽ എൻവയോൺമെൻറ്റൽ അഗ്രിമെൻറ്റ്സ്, MEA എന്ന് പറയുന്നത്, ആൻഡ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലവർ കുറച്ച് പ്രോട്ടോക്കോൾസ്, ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലം എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൺട്രീസും ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചില അഗ്രിമെൻറ്റുകളാണ്. ഓക്കെ, അതിൽ വരുന്നതാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ അണ്ടർ ക്യോട്ടോ പ്രോട്ടോക്കോൾ, നാഷൻസ് ഓർ കൺട്രീസ് വെയർ ക്ലാസിഫൈഡ് ആസ് അനെക്സ് 1 കൺട്രീസ് ആൻഡ് നോൺ അനെക്സ് 1 കൺട്രീസ്. അപ്പോൾ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ അതിന് അനെക്സ് 1 കൺട്രീസ് എന്ന് പറയും. ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന് നോൺ അനെക്സ് 1 കൺട്രീസ് എന്ന് പറയും. To achieve the quantified reduction in greenhouse gas emission. Greenhouse gases-ൻ്റെ എമിഷനാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെവലപ്ഡ് കൺട്രീസും ഒന്ന് ഡെവലപ്പിംഗ് കൺട്രീസും. നമുക്കറിയാം അല്ലേ? അപ്പോൾ ദി റീസൺ ഫോർ പുട്ടിംഗ് ദിസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ റെസ്പോൺസിബിലിറ്റി ഓൺ ഡെവലപ്ഡ് നാഷൻ വാസ് ബിക്കോസ് ദീസ് കൺട്രീസ് ഹാവ് എമിറ്റഡ് ദ ഗ്രേറ്റസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ പാസ്റ്റ് ഡ്യൂ ടു ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നല്ല രീതിയിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അത്രയും പ്രോബ്ലംസ് അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യണം. ഇനി ഡെവലപ്ഡ് ആവുന്ന കൺട്രീസിലേക്ക് അതില്ലാതെ നോക്കുകയാണ് വേണ്ടത്. അണ്ടർ ദിസ് ദ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ആർ ടു റെഡ്യൂസ് ഓവറോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ്, മെയിൻലി 6 ഗ്യാസസ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് CO2, CH4, N2O, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ് ആൻഡ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഈ 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. Emissions by at least 5.2% as compared to 1991 level during the period of 2008 to 2012. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് പീരീഡ് വെച്ചിരിക്കുകയാണ്. 2008 തൊട്ട് 2012 വരെ ആകുമ്പോഴേക്കും 1991 ഉണ്ടായിരുന്ന എമിഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 5.2% ചേഞ്ച് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോക്കോൾ പ്രൊവൈഡ് 3 മെക്കാനിസം for the developed nations to reach their greenhouse gas reduction target. ഡെവലപ്ഡ് കൺട്രീസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 3 മെക്കാനിസംസ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ഒരു മെക്കാനിസമാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. നോക്കൂ, അപ്പം ആ 3 മെക്കാനിസം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് നോൺ ആസ് കാർബൺ മാർക്കറ്റ്, സെക്കൻഡ് വൺ ഈസ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ആൻഡ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ദെൻ വി മൂവ് ടു ദ clean development mechanism. One of the flexible mechanism defined by Article 12 of Kyoto Protocol. Then under these, Annex 1 countries are allowed to invest the emission reduction projects in developing countries. അപ്പോൾ നമ്മൾ അനെക്സ് 1 കൺട്രീസും നോൺ അനെക്സ് 1 കൺട്രീസും എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ one of the flexible mechanism defined in the Article 12 of Kyoto Protocol. Under this, Annex 1 countries are allowed to invest the emission reduction projects in developing countries. അതായത് പുതിയ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്തിനാണ്? ഈ എൻവയോൺമെൻറ്റൽ എമിഷൻ റിഡക്ഷൻ, പൊള്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. CDM projects generate certified emission reduction unit or carbon credit. ഒരു പ്രൊജക്റ്റാണ്. ആ ഒരു പ്രൊജക്റ്റ് CDM പ്രൊജക്റ്റ് ജനറേറ്റ്, ഇതായത് CER എന്ന് പറയുന്ന CAR യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
1 CER എന്ന് പറയുന്നത് ഈസ് എ യൂണിറ്റ് റിലേറ്റഡ് ടു ദ റിഡക്ഷൻ ഓഫ് 1 ton of CO2 ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഫോർ ദ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിൽ 1 ടൺ CO2 അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമിഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റാണ് 1 CER എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ CDM ഈസ് സൂപ്പർവൈസ്ഡ് ബൈ ദി CDM എക്സിക്യൂട്ടീവ് ബോർഡ് ആൻഡ് ഈസ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓഫ് UNFCCC. ഓക്കെ, ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത് ഈ CDM ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം സൂപ്പർവൈസ് ചെയ്യുന്നത് അതിന് എക്സിക്യൂട്ടീവ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കമ്മിറ്റി, ഒരു ടീം ഓഫ് ആൾക്കാരുണ്ടാവും, അത് മാനേജ് ചെയ്യുന്നത് UNFCCC. ദ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ CDMൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ടേക്ക് എഫിഷ്യൻറ്റ് സ്റ്റെപ്സ് ഇൻ ടേക്കിംഗ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട സ്റ്റെപ്സ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ എമിഷൻ റെഡ്യൂസ് ചെയ്യുക. ടു ഹെൽപ്പ് നോൺ അനക്സ് കൺട്രീസ് ഇൻ അച്ചീവിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നോൺ അനക്സ് കൺട്രീസിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ടു ഹെൽപ്പ് അനക്സ് 1 കൺട്രീസ് ഇൻ അറ്റൈനിങ് ദെയർ എമിഷൻ റിഡക്ഷൻ കമ്മിറ്റ്മെൻറ്റ്സ്. അതായത് അനെക്സ് 1 കൺട്രീസിൽ ഓൾറെഡി ഒരുപാട് എമിഷൻ നടന്നു കഴിഞ്ഞു, കാരണം ഒരുപാട് ഇൻഡസ്ട്രിയൽ ഇതൊക്കെ നടന്നതുകൊണ്ട് ഒരുപാട് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനെന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാനുള്ള പ്രൊജക്റ്റിന് ഹെൽപ്പ് ചെയ്യാം. ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് എഴുതണം. കഴിഞ്ഞ ആൻസർ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നത് കുറേ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്താണ്, അതിലെന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ ഫ്ലെക്സിബിൾ മെക്കാനിസം ഡിഫൈൻഡ് ഇൻ ദ ആർട്ടിക്കിൾ 12 ഓഫ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. അണ്ടർ ദീസ് അനെക്സ് 1 കൺട്രീസ് ആർ അലൗഡ് ടു ഇൻവെസ്റ്റ് ഇൻ എമിഷൻ റിഡക്ഷൻ പ്രൊജക്ട്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. CDM projects generate certified emission reduction unit or carbon credit. Okay, 1 CE for developed countries. That is 1 CER എന്ന് പറയുന്നത് is the unit related to the reduction of 1 ton of CO2 or its equivalent greenhouse gas. Okay, അപ്പം ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് CDMനെ കുറിച്ച് പറയാനുള്ളത്.